CPM നേതൃത്വത്തെ ഞെട്ടിച്ച് ഇഡിയുടെ കുറ്റപത്രം. കരുവന്നൂർ ബാങ്ക് കള്ളപ്പണ കേസിൽ 3 CPM ജില്ലാ സെക്രട്ടറിമാർക്ക് പങ്കെന്ന് കണ്ടെത്തൽ. രാഷ്ട്രീയ ഗൂഢാലോചനയെന്നും രാഷ്ട്രീയമായും നിയമപരമായും നേരിടുമെന്നും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. കരുവന്നൂർ ബാങ്ക് സംഭവവികാസങ്ങൾ കേരളീയ രാഷ്ട്രീയ അന്തരീക്ഷത്തെ വീണ്ടും ചൂടുപിടിപ്പിക്കുന്നു. കരുവന്നൂർ സഹകരണ ബാങ്ക് വായ്പാ തട്ടിപ്പ് കേസിൽ CPMനെ കുരുക്കി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്തിമ കുറ്റപത്രം. CPM പാർട്ടി നേതൃത്വത്തിന് തട്ടിപ്പിൽ നേരിട്ട് പങ്കാളിത്തമുണ്ടെന്ന വിധത്തിലാണ് കുറ്റപത്രത്തിലെ പരാമർശങ്ങൾ. തൃശൂർ ജില്ലയിലെ 3 മുൻ CPM ജില്ലാ സെക്രട്ടറിമാരെ പ്രതി ചേർത്ത് തയ്യാറാക്കിയ കുറ്റപത്രം CPM നേതൃത്വത്തിന് വലിയ തിരിച്ചടിയായിരിക്കുകയാണ്. AC മൊയ്തീൻ MLA, MM വർഗീസ്, K രാധാകൃഷ്ണൻ MP എന്നീ 3 മുൻ ജില്ലാ സെക്രട്ടറിമാരെയാണ് പ്രതികളാക്കിയിരിക്കുന്നത്. കൂടാതെ ഇരിങ്ങാലക്കുട ഏരിയ സെക്രട്ടറിയായിരുന്ന KC പ്രേമരാജനെയും ED കേസിൽ പ്രതി ചേർത്തിട്ടുണ്ട്. അതേസമയം നേരത്തെ ആരോപണ വിധേയരായ മുൻ MP PK ബിജു, കേരള ബാങ്ക് ചെയർമാൻ MK കണ്ണൻ എന്നിവരെ അന്തിമ കുറ്റപത്രത്തിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എന്ന സവിശേഷതയും എടുത്തു പറയേണ്ടതുണ്ട്. വടക്കാഞ്ചേരി നഗരസഭയിലെ CPM കൗൺസിലർ മധു അമ്പലപ്പുറമാണ് കുറ്റപത്രത്തിലെ 1ാം പ്രതി. CPM പൊറത്തുശ്ശേരി നോർത്ത് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി AR പീതാംബരൻ, പൊറത്തുശ്ശേരി സൗത്ത് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി MB രാജു എന്നിവരാണ് CPM പ്രവർത്തകരായ മറ്റു പ്രതികൾ. കരുവന്നൂർ ബാങ്കിലെ മുൻ ജീവനക്കാരൻ MV സുരേഷാണ് EDയുടെയും CBIയുടെയും അന്വേഷണം ആവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിച്ചത്. പ്രാദേശിക ഘടകങ്ങളുടെ അക്കൗണ്ടുകൾ വഴി വൻതോതിൽ കള്ളപ്പണം CPM നേതാക്കൾ വെളുപ്പിച്ചുവെന്ന കേന്ദ്ര ഏജൻസികളുടെ കണ്ടെത്തൽ വലിയ രാഷ്ട്രീയ വിവാദങ്ങൾക്ക് വഴിയൊരുക്കുകയും ചെയ്തിരുന്നു. കരുവന്നൂരിലെ സംഭവവികാസങ്ങൾ രാഷ്ട്രീയായുധമാക്കി മാറ്റി CPMനെ കടന്നാക്രമിക്കാനുള്ള നീക്കമാണ് BJPയും കോൺഗ്രസും നടത്തിയത്. അതിൽ വലിയ തോതിൽ സ്കോർ നേടാൻ കഴിഞ്ഞത് BJP നേതൃത്വത്തിനാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിലെ NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപിക്ക് അനുകൂല തരംഗമൊരുക്കിയതിൽ കരുവന്നൂരിലെ നിക്ഷേപകർക്കൊപ്പം നിന്ന് നടത്തിയ പ്രതിഷേധങ്ങളും വലിയ പങ്കാണ് വഹിച്ചിട്ടുള്ളത്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പുമെല്ലാം ആസന്നമായിരിക്കെ EDയുടെ ഈ കുറ്റപത്രം CPM കേന്ദ്രങ്ങൾക്ക് വലിയ തിരിച്ചടിയായി മാറുമെന്നത് ഉറപ്പാണ്. നിക്ഷേപകരെ കബളിപ്പിച്ച് കള്ളപ്പണം വെളുപ്പിക്കുന്നവരാണ് CPM നേതാക്കളെന്ന എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ആരോപണങ്ങൾ തൊട്ടടുത്തെത്തിയിരിക്കുന്ന നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ വരെ ചൂടേറിയ രാഷ്ട്രീയ ആയുധമായി മാറുമെന്നത് ഉറപ്പാണ്. MLAയായ AC മൊയ്തീനെ പ്രതിസ്ഥാനത്ത് ഉൾപ്പെടുത്തുമെന്ന് നേരത്തെ തന്നെ CPM നേതൃത്വം കണക്കുകൂട്ടിയതാണ്. എന്നാൽ മുൻ ജില്ലാ സെക്രട്ടറി MM വർഗീസിനെയും MP-യായ K രാധാകൃഷ്ണനെയും പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തിയത് CPM നേതൃത്വത്തിന് വലിയ തിരിച്ചടിയായിരിക്കുകയാണ്. കേരള ബാങ്ക് വൈസ് ചെയർമാൻ MK കണ്ണൻ, മുൻ MP PK ബിജു തുടങ്ങിയവരെ കുറ്റപത്രത്തിൽ നിന്ന് ഒഴിവാക്കിയത് മാത്രമാണ് CPMനെ അല്പമെങ്കിലും ആശ്വസിക്കാൻ വക നൽകുന്നത്. കേരള രാഷ്ട്രീയത്തിൽ ഒട്ടേറെ ശക്തമായ അടിയൊഴുക്കുകൾക്കാണ് കരുവന്നൂർ ബാങ്കിലെ സംഭവവികാസങ്ങൾ വഴിയൊരുക്കിയിരിക്കുന്നത്. നിക്ഷേപകരുടെ ആശങ്ക പരിഹരിക്കാനും അവരുടെ തുകകൾ തിരിച്ചു നൽകാനും സംസ്ഥാന സർക്കാർ മുൻകൈയെടുത്ത് നീക്കങ്ങൾ നടത്തുകയും ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്തിമ കുറ്റപത്രം എത്തിയിരിക്കുന്നത്. അതേസമയം ED നടത്തുന്നത് ബോധപൂർവമായ രാഷ്ട്രീയ ഗൂഢാലോചനയാണെന്ന വിമർശനവുമായി CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ രംഗത്ത് വന്നിട്ടുണ്ട്. CPMനെ പ്രതിക്കൂട്ടിൽ നിർത്താനുള്ള രാഷ്ട്രീയ നീക്കത്തെ ജനങ്ങൾ തിരിച്ചറിയുമെന്നും EDയുടെ കുറ്റപത്രത്തെ രാഷ്ട്രീയമായും നിയമപരമായും നേരിടുമെന്നും MV ഗോവിന്ദൻ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തുതന്നെയായാലും CPM നേതൃത്വം അഭിമുഖീകരിക്കാനിരിക്കുന്നത് അതിശക്തമായ നിയമ പോരാട്ടത്തിന്റെ നാളുകളാണെന്നത് വ്യക്തം.